പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഉണ്ടാക്കിയിരുന്നു. അതായത് ഈ സംഭവം ഈ സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കുന്നതിനെ പറ്റിയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും കുറേ കമൻസ് ഇതിന് സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ളതാണ്. അതായത് ഇത് വളരെ ഇഷ്ടപ്പെട്ടു, വളരെ നല്ല ഐഡിയ ആണ്, നല്ല വർക്കാണ്, അങ്ങനെ എല്ലാ വിധത്തിലുള്ള പ്രോത്സാഹനത്തോടു കൂടിയുള്ള കമൻസ് കാണുന്നുണ്ടായി. അപ്പോൾ അതിന് വളരെ സന്തോഷം. അപ്പോൾ നമുക്കൊരു മോട്ടിവേഷനായി ഇനി കൂടുതൽ നല്ല വർക്കുകൾ ചെയ്യാനുള്ള മോട്ടിവേഷൻ ഉണ്ടായി. അതിൻ്റെ കൂടെ വന്ന മറ്റ് കുറച്ച് കമൻസ് ഉണ്ട്. അതായത് ഈ സാധനത്തിൻ്റെ, അതായത് ഈ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ സേഫ്റ്റി, അതായത് ഇതിപ്പോൾ ഈ കോൺ എന്തെങ്കിലും കാര്യം കൊണ്ടൊന്ന് ടച്ച് ആവുക പ്രസ് ആവുക ചെയ്താൽ ആ കോൺ ഡാമേജ് ആവും. അപ്പോൾ അത് സേഫ്റ്റി ആക്കി നിർത്തുന്നത് നന്നായിരുന്നു എന്നുള്ള ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. പിന്നെ കൂടാതെ വന്ന ഏറ്റവും കൂടുതൽ കമൻസ് ആണ് ഇതിന് എത്ര പ്രൈസ്, ഇതിൻ്റെ വില എത്ര, ചിലവ് എത്ര. അപ്പോൾ അതറിയാൻ എല്ലാവർക്കും താല്പര്യമുണ്ട്. കാരണം അത് ഉണ്ടാക്കണമെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെയുള്ളൊരു സാധനം ഉണ്ടാക്കിയപ്പോൾ അതിനുണ്ടായ ചിലവ് എന്താണെന്ന് അറിയണം. എന്നാലേ മറ്റ് തരത്തിലിപ്പോൾ കുറഞ്ഞ ചെറിയ സ്പീക്കേഴ്സ് വെച്ചിട്ടോ വലിയ സ്പീക്കേഴ്സ് വെച്ചിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡലിലോ ആർക്കെങ്കിലും പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ആ ചിലവ് എന്തായാലും ചോദിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെറിയ തോതിൽ ഈ തരത്തിലുള്ള ഒരു സ്പീക്കർ സിസ്റ്റം ഉണ്ടാക്കാൻ എത്ര ചിലവ് വരും എന്നുള്ളതാണ് നോക്കുന്നത്. ഡയറക്റ്റുള്ള ഒരു ഉത്തരം ഞാനിപ്പോൾ പറയാം. അതായത് ഇപ്പോൾ ഈ ഒരു ബോക്സ് ഉണ്ടാക്കാൻ ഒരു 5000 സംതിങ് ചിലവുണ്ട്. അതായത് 5200 എന്നൊക്കെ ഏകദേശം ഒരു റൗണ്ട് ഫിഗർ ഞാൻ പറയാം. അതിൻ്റെ ഒരു ആവറേജ് ഏരിയയിലാണ് ഇതിൻ്റെ ചിലവ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് കൊണ്ടുവരുന്നതും പിന്നെ അങ്ങനെയുള്ള മറ്റ് ചിലവുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതെല്ലാം ആ ബോക്സ് ചിലവ് തന്നെയാണ് പെടുന്നത്. പിന്നെ അതിൻ്റെ കൂടെ ഇപ്പോൾ 5200 രൂപ ഈ ബോക്സിന് എന്ന് പറയാം. കാരണം 2 സബ്ബൂഫറിൻ്റെ ഹൈറ്റ് വന്നല്ലോ, അപ്പോൾ തന്നെ 5200 പിന്നെ ഇതിനകത്ത് JBL 1500 സബ്ബൂഫർ. അപ്പോൾ എത്രയായി ചിലവ്? 5200ഉം 4 സംതിങ്ങും, അതായത് ഒരു 5 രൂപേനെ കൂട്ടാം. അപ്പോൾ 10 രൂപയായി. ഇപ്പോൾ തന്നെ ഒരു വൂഫറും ഒരു ബോക്സും കൂടി 10,000 രൂപയായി. ഇനി കൂടാനുള്ളത് എന്താ? ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ്. അപ്പോൾ ഫുൾ റേഞ്ച് സ്പീക്കേഴ്സ് ഒന്നിന് ഒരു 800 സംതിങ് ഈ വാട്ട്സ് എടുത്തതിന് ഉള്ള ചിലവാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞത്. അതുപോലെ കൂടിയ വാട്ട്സ് ആണെങ്കിലും കുറഞ്ഞ വാട്ട്സ് ആണെങ്കിലും വില വേരിയേഷൻ വരും. അതേപോലെ തന്നെ JBL കുറഞ്ഞ എടുക്കുകയാണെങ്കിലും വേറെ ഏതെങ്കിലും തരം സബ്ബൂഫർ 12 ഇഞ്ച് എടുക്കുകയാണെങ്കിലും വില വ്യത്യാസം വരും. അപ്പോഴും കുറയും കൂടാം, എന്ത് സംഭവിക്കാം. അപ്പോൾ ഇതിന് രണ്ടും കൂടി ഒരു 1600, ബാക്കി ബാലൻസ് ഒരു 400 കൂട്ടിയാൽ 2000. പിന്നെ മുകളിലേക്ക് നോക്കുക, ഫ്രണ്ട് പാനൽ 2 സൈഡ് പുതിയത്, അതിലേക്ക് മാത്രം ഒരു 1000 രൂപയോളം കൂട്ടാം, 13000 രൂപ. ട്രാൻസ്ഫോമേഴ്സ് 2 എണ്ണം 16 രൂപ. പിന്നെ ബോർഡ് ഒരു തണ്ടർ, കുമാർ തണ്ടർ ഒരു K2424. അപ്പോൾ രണ്ടും കൂടി 20,000 രൂപേൻ്റെ അടുത്തായി. അതൊരു 18-19 അടുത്തായി. പിന്നെ എന്തൊക്കെ വരുന്നുണ്ടായില്ലേ? കപ്പാസിറ്റേഴ്സ്, റെക്ടിഫയേഴ്സ്, ആക്സറീസ്, ഫാന്, കണ്ടേഴ്സ്, ഈ വോളിയം കൺട്രോൾ, നോബുകൾ, G-സ്റ്റാർ ബോർഡ്, ടോൺ ബോർഡ്, ഫിൽറ്റർ ബോർഡ്. റേറ്റ് കിട്ടിയല്ലോ. ഈ റേറ്റിൻ്റെ അകത്തൊന്നും നമ്മളെ സർവീസ് ചാർജ് ഇല്ല. അപ്പോൾ സർവീസ് ചാർജ് എന്ന് പറഞ്ഞാൽ അത് വേറെയും വന്നാൽ ഒരു 20+ ആയി, 20,000ൻ്റെ മേലായി. അപ്പം ഇപ്പോൾ എക്സ്ട്രാ അന്നത്തെ വീഡിയോയിൽ കാണിക്കാത്തതാണ് ഈ കാണുന്ന ഈ ഹാൻഡിൽ. ഇത് ഹുജയിൽ വരുന്ന ടൈപ്പ് ബോക്സിൻ്റെയും ആംപ്ലിഫയറിൻ്റെ ഒക്കെ കിറ്റിന് വരുന്ന ഹാൻഡിലാണ്. ആ ഹാൻഡിലിന് ഒരു 400 രൂപയോളം ചിലവ്. പിന്നെ ഒരു ഈ സേഫ്റ്റിയുടെ പ്രശ്നം പറഞ്ഞ് ഒരു കോമൺ ഗ്രില്ലാണ് വെക്കുന്നത്, സാധാരണ ഒരു ഫൈബർ ഗ്രിൽ. അപ്പോൾ ഇത് 2 എണ്ണം ഇവിടെ സൂട്ടാക്കണം. അതായത് ഇവിടെ 2 ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പീക്കറിൻ്റെ സേഫ്റ്റി ഓക്കെ. ഇതിൽ കൂടിയ ടൈപ്പ് നല്ല ഫാൻസി ടൈപ്പ് ഉണ്ട്, അത് വെക്കുന്നതാണ് ഈ ഏറ്റവും ഏറ്റവും ചിലവ് ചുരുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇത്രയും ചിലവായ സ്ഥിതിക്ക് കോമൺ ഗ്രില്ല് മതി എന്ന് അവർ കസ്റ്റമർ പറഞ്ഞുകൊണ്ട് കോമൺ ഗ്രില്ല് വെക്കുക, കൂടിയ ടൈപ്പ് ഗ്രില്ല് വെക്കാത്തതുകൊണ്ടാണ്. പിന്നെ വൂഫറിൻ്റെ അടിഭാഗത്ത് നമ്മളെ സ്ക്രീന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വൂഫർ സേഫാണ്. ഇനിയിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് പൊടിയോ മറ്റു പ്രശ്നമോ വരാനില്ല. അപ്പോൾ ചിലവ് മനസ്സിലായല്ലോ. ഈ ചിലവ് ഇപ്പോൾ 25,000ഓളം ഇതിന് ചിലവ് ഞാനൊരു ആവറേജ് കണക്കൂട്ടലിൽ പറയണ്ടായി. അപ്പോൾ ആ ചിലവിൽ നിങ്ങൾക്കിപ്പോൾ ഒരു പ്ലാൻ ഉണ്ടെന്ന് വിചാരിക്കുക ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എത്ര ചിലവ് വരും? ഇതിൽ ഏതൊക്കെയാണോ നിങ്ങൾ എടുക്കുന്ന വൂഫറുകൾ, അതിൻ്റെ സൈസ്, അതിൻ്റെ വാട്ട്സ്, അതിനെടുക്കുന്ന ബോക്സിൻ്റെ സൈസ്, അതിന് വേണ്ടി വരുന്ന ആംപ്ലിഫയേഴ്സ്, അതിന് വേണ്ട ബോർഡും ട്രാൻസ്ഫോമർ ഏതൊക്കെയാണ്, ഇതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചിലവ് ചുരുക്കാം കൂട്ടാം എത്ര വേണമെങ്കിലും ചെയ്യാം. ഈ ഡിസൈൻ എന്ന് പറയുന്നത് ഈ മോഡൽ ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞത് ഞാൻ എൻ്റെ ഡിസൈൻ അല്ല. ഇതിൻ്റെ ആവശ്യപ്പെട്ട ആൾ, ഇതിൻ്റെ കസ്റ്റമർ തന്നെ എനിക്ക് വരച്ച് അയച്ചു തന്നാണ്. സെയിം ഡിസൈൻ വാട്സപ്പിൽ അയച്ചു തന്നാണ്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞു. കുറച്ച് സമയം എടുക്കും. ബോക്സ് ഉണ്ടാക്കുന്നത് ഞാനല്ലാത്തതുകൊണ്ട് എന്തായാലും അവിടെ നിന്ന് കിട്ടാനുള്ള ഒരു താമസം. പിന്നെ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാനുണ്ടാവും. അതായത് ഇപ്പോൾ ഇന്നതിട്ടാൽ ഇങ്ങനെ ഈ ഒരു രീതിയിൽ ഇത്ര സ്പീക്കർ ഇട്ടാൽ ഈ ഒരു ബോക്സിന് ഈ ഒരു JBLനോട് മാച്ചായിട്ട് ഇവിടെ ക്യാൻസലേഷനും മറ്റ് പലതും സംഭവിക്കാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതെ എനിക്ക് ആ ഔട്ട്പുട്ട് കേൾക്കാൻ പറ്റുമോ,
അതൊക്കെ അറിയാൻ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും വർക്കിൻ്റെ ഇടയിൽ പിന്നെ വീഡിയോ വർക്ക് ഉള്ളതുകൊണ്ട് അതിൻ്റെ താമസം അങ്ങനെയൊക്കെ വന്നിട്ട് ഒരുപാട് വർക്ക് താമസം ഉണ്ടായി. അങ്ങനെ താമസിച്ചാണ് ഇപ്പോൾ വർക്ക് തീർത്തത്. നിങ്ങൾക്കറിയാലോ, ഞാനിവിടെ കോഴിക്കോടാണ് എൻ്റെ സ്ഥലം. പക്ഷേ ഈ സാധനം എറണാകുളത്തു നിന്നാണ് ഓർഡർ വന്നത്. അപ്പോൾ എറണാകുളത്തേക്ക് കൊണ്ടുപോകാനുള്ളത് അവരിപ്പോൾ അടുത്ത ആഴ്ച വന്ന് കൊണ്ടുപോകുന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ചിലവ് ചോദിച്ചവർക്ക് ഇതാണ്, ഇങ്ങനെയാണ് ചിലവ് വരുന്നത്. ഇത്ര റുപ്യക്ക് ഈ മുൻപ് പറഞ്ഞ റേറ്റിനാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ആ റേറ്റിൽ കുറച്ചിട്ട് ഇത് നിങ്ങൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താലും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ആ ചിലവ് എന്താണെന്ന് ഒരുപാട് പേർ ചോദിച്ചുകൊണ്ട് ഒരുപാട് കമൻസ് വാട്സപ്പിലൊക്കെ ചോദിക്കാനുണ്ടായി, എത്ര ചിലവ് എന്ന്. അങ്ങനെ ഞാനിത് ഒരു ടെസ്റ്റ് അടിച്ചിട്ട് കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത്ര ചിലവ് ഇത്ര റുപ്യായി, ഇന്ന സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്തുകൊണ്ട് ഇത്ര റുപ്യായി എന്നുള്ള കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. ഞാൻ അങ്ങനെ ആവശ്യത്തിന് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യുക, അങ്ങനെ വിടുക. ചോദ്യം ഇങ്ങനെ വരുന്നതനുസരിച്ചിട്ട് അത് വിടുക. കാരണം അത്രയൊക്കെ ചോദിക്കുമ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ആണ് ഏറ്റവും ബെസ്റ്റ്. വീഡിയോസ് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം.